അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വേഗമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു. സൗഭാഗ്യമെൻ കുടുംബം, നീ തന്ന നിധിയെന്നുമെൻ കുടുംബം, നീ തന്നെ എന്നെന്നുമെൻ്റെ നാഥൻ, എൻ കുടുംബത്തിൻ്റെ ഏകനാഥൻ. സോണി നിക്കടാ, ഞാനും ഉണ്ടോ ഡൗൺലോഡ്. നിക്കടാ സോണി. നീ എന്താ പാലും കൊണ്ട് പോക്ക്? സാധാരണ അപ്പച്ചനാണല്ലോ പോകാറ്. എടാ, അപ്പൻ്റെ രാവിലെ എപ്പോഴും ഭയങ്കര നെഞ്ചുവേദനയൊക്കെ. അപ്പോൾ നമ്മൾ നേരത്തായിട്ട് ബിജു ചേട്ടനെ വിളിച്ചിട്ട് ആശുപത്രിയിലോട്ട് പോയി. അതാ ഹലോ അമ്മ. അമ്മ കരയാതെ കാര്യം പറ. എന്നാ 1,00,000 രൂപയോ? ഇപ്പം ഞാൻ ആ കൊള്ളപ്പലിശക്കാരൻ വർക്ക് ചെയ്തത് ചോദിച്ചാൽ പുള്ളി തരുമോ? തന്നാൽ തന്നെ നമ്മൾ എങ്ങനെ അത്? ഞാൻ ചെന്ന് ചോദിക്കാം. നീ വിഷമിക്കണ്ട, നിന്റെ ടെൻഷനൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാനും വരാം നിന്റെ കൂടെ. വേണ്ട, നീ വരണ്ട. നീ ഒരു കാര്യം ചെയ്യുമോ? എടാ, ഇത് നീ ടൗണിലോട്ടാണ് സൊസൈറ്റി കൊടുക്കുമോ? ഞാൻ കൊടുത്തോളാം. താങ്ക്സ് ഉണ്ടോടാ. ബ്രദറാന്ന് തോന്നുന്നു, ആരോ വരുന്നുണ്ട്. പൊണിയേ, നീ റെഡിയായോടാ? സൈക്കിൾ റിപ്പയർ ആണോ? അപ്പച്ചാ, ബ്രദർ വന്നു. അപ്പച്ചൻ എഴുന്നേക്കൊന്നും വേണ്ടെന്നേ, അവിടെ ഇരുന്നേ. മോളിയേ, ചായ കൊണ്ടുപാടി, ബ്രദർ വന്നു. അല്ല അപ്പച്ചാ, വേദനയൊക്കെ കുറവുണ്ടോ? പണ്ടത്തെക്കാളും കുറവുണ്ട് ബ്രദറെ, എന്നാലും വലിയ കുറവെന്നൊന്നും പറയാനില്ല. അതൊക്കെ മാറൂന്നേ, മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിച്ചാൽ മതി. അല്ല, മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ? അല്ല മിനിമോളെ, നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയാ പോകുന്നു? പഠിത്തമൊക്കെ ഉഷാറായിട്ട് പോകുന്നു ബ്രദറെ. സോണിയെ, നീ ഇതുവരെ റെഡി ആയില്ലേടാ? അപ്പച്ചാ, ഞാൻ റെഡി ആയതാ വരുന്നു. എങ്കിലും എൻ്റെ അപ്പച്ചൻ ഇത്രയും വയ്യായിട്ട് ഇവനെ ഞങ്ങൾക്ക് തന്നില്ലേ? അവന്റെ ആഗ്രഹത്തിന് ഈ അപ്പനും അമ്മയും എതിര് നിൽക്കണോ ബ്രദറെ? ഈ കൈ, ഇത് രാഘവൻ വൈദ്യരുടെ ചികിത്സയാ. നല്ല മാറ്റമുണ്ട്. പലിശക്കാരൻ വർക്കിക്ക് 1,00,000 രൂപ വെറുതെ തരാൻ കൃപയുണ്ടാക്കിയവനല്ലേ ബ്രദറെ നമ്മുടെ കൂടെയുള്ള? അപ്പച്ചനെ പോലെയുള്ളവരാ ഞങ്ങളുടെ ബലം.